കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. പഴുത്ത മത്തങ്ങ വെച്ചാണ് കേട്ടോ ഞാൻ ഈ പായസം തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ രുചികരമാണ്, സിമ്പിളാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ്. എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം പറയൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി നമുക്ക് മത്തങ്ങ പായസം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നല്ല പഴുത്ത മത്തങ്ങ വേണം കേട്ടോ. വീഡിയോ കാണുന്നവരാരെങ്കിലും മത്തങ്ങ പായസം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രീതിയും നിങ്ങളുടെ രീതിയും ഒന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മത്തങ്ങ ഒന്ന് ക്ലീൻ ചെയ്ത് ചെറിയ പീസസ് ആക്കി എടുത്ത് വെക്കണം. ഇതിൻ്റെ കുറച്ച് ഭാഗം എടുത്തിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ. ആദ്യം നമുക്കതിൻ്റെ ഉൾഭാഗത്തുള്ള കുരുക്കളും ഉള്ളിലുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് റിമൂവ് ചെയ്യണം. അതെല്ലാം ഒന്ന് സ്പൂൺ വെച്ചൊന്ന് വരണ്ടി മാറ്റിയിട്ട് തോലൊക്കെ ചെത്തി കഴുകിയിട്ട് ചെറിയ കനം കുറഞ്ഞ പീസുകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രേറ്റ് ചെയ്തും എടുക്കാം, നമുക്ക് വേവിച്ചെടുക്കേണ്ടതാണ്, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യണം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് മുന്തിരിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചെയ്യാം, കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം. ഞാൻ കയ്യിലുള്ളത് വെച്ച് ഇത്രയും ചേർത്തതാണ് കേട്ടോ. ഒന്ന് വഴറ്റിയെടുത്തു, നെയ്യിലൊന്ന് വഴറ്റിയെടുത്തു. കൂടുതൽ നെയ്യ് ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം. അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ആദ്യമേ ഞാനിതൊക്കെ ഫ്രൈ ആക്കി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കടായിൽ തന്നെയാണ് ഞാൻ പായസം തയ്യാറാക്കണത് കേട്ടോ. പിന്നെ അത് ഫ്രൈ ചെയ്യാൻ വേറൊരു കടായുടെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ്. ഈ നെയ്യും കൂടിയൊക്കെ ഒന്ന് ചേർന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരണം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തങ്ങ പീസസ് കടായിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിൽ വേണമെങ്കിൽ ഇട്ട് വേവിക്കാം കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരല്പം തളിച്ചിട്ടുണ്ട്. നമ്മൾ കഴുകുമ്പോഴും കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, എന്നിട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഈ സമയം മധുരത്തിന് വേണ്ടി കുറച്ച് ഒരല്പം വെള്ളം ഒഴിച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ? വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വന്നു, നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഉടച്ച് കലങ്ങി വരണം. അതിലേക്ക് വെല്ലവും തേങ്ങാപ്പാലൊക്കെ ഒന്ന് ചേർന്ന് വരണം. മത്തങ്ങ ഉടച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കരയില്ലേ, ഒരല്പം വെള്ളം ചേർത്തിട്ടാണ് അതൊന്ന് അരിച്ചെടുക്കണം. അതിൽ മണലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം കേട്ടോ. എന്നിട്ട് ഈ മത്തങ്ങ ഉടച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി കുറുക്കി എടുക്കണം. ഈ മത്തങ്ങ പീസസിലൊക്കെ മധുരമൊക്കെ ഒന്ന് ചേർന്ന് പിടിക്കട്ടെ കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി ഉടച്ച് ചേർത്ത് വെക്കുന്നുണ്ട്. നന്നായിട്ട് ശർക്കര മത്തങ്ങയിലേക്കൊക്കെ ഒന്ന് ചേർന്ന് വന്നു. ഇനി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുന്ന സമയം നമുക്ക് ഒരല്പം അരിപ്പൊടി ഒന്ന് വെള്ളത്തിലൊന്ന് കലക്കി വെക്കണം കേട്ടോ. അരി വറുത്ത് പൊടിച്ചത് ഉണ്ടെങ്കിൽ മതി. ഞാൻ ഒരല്പം പുട്ടുപൊടിയാണ്, ഒരല്പം തരിയുള്ളതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കുതിർത്ത് വെച്ചു. പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ ഒരല്പം തരിയുണ്ട്, അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഇത് റെഡിയാക്കി വെക്കണം കേട്ടോ. പത്തിരിപ്പൊടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കുതിർന്ന് വരട്ടെ കേട്ടോ. അപ്പോഴേക്കും ശർക്കരപ്പാനിയിലും മത്തങ്ങയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി പിടിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന സമയത്ത് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലില്ലേ, ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കുറുക്കിക്കൊണ്ടേയിരിക്കണം. തേങ്ങാപ്പാലും ശർക്കരയും മത്തങ്ങയിലേക്കൊന്ന് ഒന്ന് ചേർന്ന് വരട്ടെ കേട്ടോ. നമുക്ക് 3 പാലെടുത്ത് വെക്കണം. വെള്ളം ചേർക്കാതെയും വെള്ളം ചേർത്തിട്ടുള്ള പാലുകൾ എല്ലാവർക്കും അറിയാലോ. 1-ാം പാൽ ആദ്യം മാറ്റി വെച്ചിട്ട് പിന്നെ ഒരല്പം വെള്ളം ചേർത്ത് 2-ാം പാൽ ഉണ്ടാക്കണം. ഈ ആദ്യത്തെ പാലൊഴിച്ചൊന്ന് കുറുകി വന്ന സമയത്ത് നമ്മൾ അരിപ്പൊടി കുറുക്കി വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. പായസത്തിന് അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ ഇളക്കി കുറുക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങോട്ടേക്ക് വരിക. വേണമെങ്കിൽ ഈ സമയം 1 സ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കുറുക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് 2-ാമത്തെ പാൽ ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്തടിച്ചതാണ്. ആ പാലും കൂടി ചേർത്ത് വീണ്ടും കുറുക്കി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട്
ആദ്യത്തെ പാല് കട്ടിയായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് ഏലക്കപ്പൊടിയോ ജീരകപ്പൊടിയോ ചുക്കുപൊടിയോ ഒക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. ഞാൻ ഒരല്പം ചേർത്തിട്ടുണ്ട്, വീഡിയോയിൽ വന്നിട്ടില്ല. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടില്ല കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ പായസമാണേ. എല്ലാവരുടെയും അഭിപ്രായം പറയൂ.